സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനാണ് സർവസ്തുതിയും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും അവിടുത്തെ കുടുംബത്തിലും ഉദ്ദേശത്തിൻ്റെയും ആഗ്രഹത്തിൻ്റെയും പരമാവധി എത്തിച്ചു കൊടുക്കുന്ന ഗുണം അള്ളാഹു ചെയ്തു കൊടുക്കട്ടെ. ഓ ജനങ്ങളെ, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുവാൻ എന്നോടും നിങ്ങളോടും ഞാൻ ഉപദേശിക്കുന്നു. നിങ്ങൾ ഉണർന്നവരായിരിക്കെ പ്രകടമാവുന്ന ഈ മഴക്കം എന്താണ്? നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കെ ഈ പരിഭ്രമം എന്താണ്? നിങ്ങൾ സ്വബോധം ഉള്ളവരായിരിക്കെ ഈ മത്ബാധ എന്താണ്? നിങ്ങൾ സ്ഥലത്തുള്ളവരായിരിക്കെ ഈ അകൽച്ച കാണിക്കുന്നത് എന്താണ്? നിങ്ങൾ പിരിഞ്ഞു പോകുന്നവരായിരിക്കെ ഈ സ്ഥിരവാസനാട്യം എന്താണ്? നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നവരായിരിക്കെ ഈ നിശ്ചലത എന്താണ്? അറിയുക, ഉറങ്ങുന്നവർക്ക് ഉണരുവാൻ സമയമായിട്ടുണ്ട്. അശ്രദ്ധർക്ക് ഉപദേശം ഉൾക്കൊള്ളുവാൻ സന്ദർഭമായിട്ടുണ്ട്. ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കുവാൻ അവസരമായിട്ടുണ്ട്. അനുഭവസ്ഥർക്ക് പാഠം ഉൾക്കൊള്ളുവാൻ സാഹചര്യം ഒത്തിണങ്ങിയിട്ടുണ്ട്. പറയാതെ തന്നെ മരണം നിങ്ങൾക്ക് ബോധ്യപ്പെട്ടതാണ്. വിപത്തുകളെ അത് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഗുണപാഠങ്ങളുടെ നിരകൾ വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. യാത്രയെക്കുറിച്ച് നിങ്ങൾക്ക് അറിവ് നൽകിയിട്ടുണ്ട്. മാറ്റത്തിന് നിങ്ങളെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മുമ്പ് പല തലമുറകളെയും അത് കഴിച്ചു കടത്തിയിട്ടുണ്ട്. ഹൃദയങ്ങൾക്ക് എന്തു പറ്റി? ഭക്തിയാൽ അവ പിളരുന്നില്ല. കണ്ണുകൾക്ക് എന്തു പറ്റി? കണ്ണുനീരുകൾക്ക് പകരം കറുത്ത രക്തം ഒലിച്ച് അവ കരയുന്നില്ല. കാര്യം ചെറുതാണെന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടോ? പ്രശ്നം എളുപ്പമായതാണെന്ന് നിങ്ങൾ ഊഹിക്കുന്നുണ്ടോ? ചെവിയടപ്പിക്കുന്നതിലും വന്നനുഭവിക്കുന്ന വിപത്തിലും മോശമായ ഇരുട്ടിലും കരുത്തിരുണ്ട ഇരുട്ടിലും നിങ്ങൾ എത്തിപ്പെടുക തന്നെ ചെയ്യും. അവയിൽ അകപ്പെട്ടവർ വെളിപ്പെടുകയില്ല. അവയിൽ സാക്ഷികൾ കളവാക്കപ്പെടുകയില്ല. നിങ്ങൾ അന്ത്യദിനത്തിൽ അകപ്പെട്ടവരെ പോലെയുണ്ട്. അതിൻ്റെ വിറയൽ വിറച്ചിരിക്കുന്നു. അതിൻ്റെ പീഡനം നീണ്ടുപോയിരിക്കുന്നു. യാഥാർത്ഥ്യമായിട്ടുണ്ട്. അതിൻ്റെ അവസ്ഥകൾ കണ്ണുകൾക്ക് അവൻ്റെ ശിക്ഷ വിഷമകരമായിരിക്കുന്നു. അതിൻ്റെ ഭീകരതകൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭയങ്ങൾ വെളിവാക്കപ്പെട്ടിട്ടുണ്ട്. മനുഷ്യൻ പറഞ്ഞു, അതിനെന്തു പറ്റി? അന്ന് ഒളിഞ്ഞിരിക്കുന്നവ വെളിപ്പെടുന്നതാണ്. മറഞ്ഞിരിക്കുന്നവ പ്രത്യക്ഷപ്പെടുന്നതാണ്. ഭവിഷ്യത്തുകൾ കരസ്ഥമാക്കപ്പെടുന്നതാണ്. കുറ്റങ്ങൾ ക്ലിപ്തമാക്കപ്പെടുന്നതാണ്. വഷളായ പാപങ്ങൾ വെളിപ്പെടുന്നതാണ്. വിപത്തുകൾ അധികരിക്കുന്നതാണ്. വാരിയല്ലുകൾ വിറക്കപ്പെടുന്നതാണ്. അവയവങ്ങൾ സാക്ഷി പറയപ്പെടുന്നതാണ്. കബറുകൾ ഇറങ്ങി മറിഞ്ഞവയായിരിക്കും. ചീത്ത പ്രവർത്തനങ്ങൾ എണ്ണപ്പെടുന്നതായിരിക്കും. അന്ത്യദിന സമ്മേളനത്തിൽ വെച്ച് ഏൽപ്പിക്കപ്പെടുന്ന അധിക്ഷേപത്താൽ വീഴ്ച വരുത്തിയവർക്ക്, ബാധ്യതകൾ നിറവേറ്റാത്തവർക്ക് ഉണ്ടാവുന്ന നാണമേ, വൻവിപത്തുള്ള ദിവസങ്ങളിൽ വിറയലാൽ അതിക്രമർക്കുണ്ടാവുന്ന പരിഭ്രമമേ, അക്രമികളുടെ മടക്കത്തിന്റെ പരാജയമേ, ഖേദം ഇറങ്ങി വരുമ്പോൾ, രക്ഷപ്പെട്ടവരുടെ വിജയം കാണുമ്പോൾ നശിച്ചവർക്ക് അനുഭവപ്പെടുന്ന ദുഃഖങ്ങളെ, ആദരവിന്റെ ഭവനം സ്വർഗം തടയപ്പെട്ടാൽ അഹങ്കാരികൾക്കുണ്ടാവുന്ന നിന്ദയെ, അക്രമം കാരണം ശിക്ഷിക്കപ്പെട്ട അക്രമികളുടെ ഖേദത്തിന്റെ ദൈർഘ്യമേ, അവിടെ വെച്ച് ഓടുന്നവരുടെ മേൽ വഴികൾ അടക്കപ്പെട്ടിരിക്കുന്നു. തന്ത്രമുള്ളവരുടെ മേൽ തന്ത്രവശങ്ങൾ ഇടുങ്ങിയിരിക്കുന്നു. ആഗ്രഹിക്കുന്നവരിൽ നിന്നും ആഗ്രഹത്തിന്റെ അസത്യങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു. എല്ലാവർക്കും മുമ്പ് ചെയ്തു വച്ച പ്രവർത്തനം ലഭിച്ചിരിക്കുന്നു. സ്വന്തം ആത്മാവിന് നന്മ തേടിയവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. നമുക്ക് ആരാധനായ ഏതൊരുവൻ മാത്രമേ ഉള്ളുവോ അവന്റെ വചനം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ വഅഖ്റജത്തിൽ അർദു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ ബിഅന്ന റബ്ബക ഔഹാ ലഹാ يومئذ يصدر الناس أشتاتا ليروا أعمالهم فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره. പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ
ഭൂമി അതിൻ്റെ വിറക്കൽ വിറച്ചാൽ, ഭൂമി അതിൻ്റെ ഭാരങ്ങളെ പുറന്തള്ളിയാൽ, അതിന് എന്തു പറ്റിയെന്ന് മനുഷ്യൻ പറഞ്ഞാൽ ആ ദിവസം അത് അതിൻ്റെ വർത്തമാനങ്ങൾ പറയുന്നതാണ്. നിന്റെ റബ്ബ് അതിന് ബോധനം നൽകിയ കാരണത്താൽ അന്നത്തെ ദിവസം തങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് അവർ കാട്ടിക്കൊടുക്കുന്നവനായി മനുഷ്യർ വ്യത്യസ്ത സംഘങ്ങളായി പോകുന്നതാണ്. അപ്പോൾ ആരെങ്കിലും ഒരു അണുത്തൂക്കം നന്മ പ്രവർത്തിച്ചാൽ അവൻ അത് കാണും, ആരെങ്കിലും ഒരു അണുത്തൂക്കം തിന്മ പ്രവർത്തിച്ചാൽ അവൻ അതും കാണും.